അഥവാ നമുക്ക് കിട്ടുന്ന തൈ നമുക്ക് പേപ്പർ ഗ്ലാസ്സിലാണ് കിട്ടുന്നതെങ്കിൽ പേപ്പർ ഗ്ലാസിന്റെ സൈഡ് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നുള്ള നേരത്തെ ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പ്ലാന്റുകൾ മേടിക്കുമ്പോൾ നമുക്ക് പല വീടുകളിലും മണ്ണിന്റെ ലഭ്യത കുറവുള്ള, പലയിടത്തും മണ്ണില്ല എന്ന് പറയുന്നുണ്ട്. ഈ മണ്ണുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാന്റുകൾ നടാം. അത് പെറ്റോണി ആയാലും നടാം, ബിങ്ക ആയാലും നടാം. മറ്റേത് പ്ലാന്റുകൾ നമുക്ക് മണ്ണ് ഒട്ടും ഇല്ലാതെ നമുക്ക് നടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ആ നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ ഞാൻ കാണിക്കാം. ഫ്ലവറായി നിൽക്കുന്നതും എത്രമാത്രം ഹെൽത്തി ആണെന്നും എല്ലാം ഞാൻ കാണിക്കാം. അപ്പൊ നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ചട്ടി നമ്മളെടുത്തു, ശകലം ചരൽ അടിയിലിട്ട് കൊടുക്കുക. ചരൽ ഇല്ലേലും കുഴപ്പമില്ല, ചരിച്ചോറായതുകൊണ്ട് ചരി ഇല്ലേലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ചരിച്ചോറ്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തുകൊണ്ട് NPK ജൈവ ചകിരിച്ചോറ്. ഇത് ഗാർഡനിൽ കിട്ടുവാണെങ്കിൽ മേടിക്കുക. ചിലർ പറയുന്നത് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അത് കിട്ടുമെങ്കിൽ മേടിക്കുക. ഞങ്ങൾക്ക് ഇത് അയച്ചു തരാൻ പറ്റാത്തതുകൊണ്ടല്ലേ അമ്മ എല്ലാവർക്കും അയച്ചു തന്നേനെ. ഇത് ചകിരിപ്പൊടി ഇടുക. ഇത്രയും ചകിരിപ്പൊടി ഇട്ടാൽ മാത്രമേ അടിയിലിടുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന തൈ നമുക്ക് പേപ്പർ ഗ്ലാസ്സിലാണ് കിട്ടുന്നതെങ്കിൽ പേപ്പർ ഗ്ലാസിന്റെ സൈഡ് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നുള്ള നേരത്തെ ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് കീറുക. ഇങ്ങനെ സൈഡ് കീറി ഇങ്ങനെ എടുത്ത് മാറ്റും. അപ്പൊ അടിയിലെ ഈ പ്ലേറ്റ് നമ്മുടെ കയ്യിലിരിക്കും. കണ്ടിതുപോലെ മണ്ണ് ഉടയാതെ തന്നെ ഇങ്ങനെ നമ്മൾ കീറി മാറ്റുക. ഈ പ്ലേറ്റ് നമ്മൾ അടി ഇരുന്നാലും കുഴപ്പമില്ല, കാരണം ഇതിൽ ദ്രവിച്ച് മാറും. പേപ്പർ ആയതുകൊണ്ട് സാധനമാണ് ഈ പേപ്പർ. അപ്പൊ നമ്മളാണ് ഇതേപോലെ തന്നെ താത്ത വെക്കുക. ആ പേപ്പർ എടുക്കണ്ടെന്ന് പറയാൻ കാരണം എന്നാൽ ചിലപ്പോൾ പേപ്പർ എടുത്താൽ മണ്ണ് ഇടിഞ്ഞ് മാറും. അപ്പൊ അതൊരു താങ്ങായിട്ട് ബലമായിട്ടിരിക്കുന്നതാണ് ആ ഗ്ലാസിന്റെ പേപ്പർ. അപ്പൊ നമ്മൾ പിന്നെ ഈ പോട്ട് മിക്സർ നമ്മൾ ഇതിട്ടൊന്ന് ഇറക്കുക, ചകിരിച്ചോറിട്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് കിളിപ്പിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് വെയിറ്റ് കുറയ്ക്കുക. ഏറ്റവും വെയിറ്റ് കുറച്ച് നമുക്ക് ഒരു ചട്ടിയുടെ അടിയിൽ വേണമെങ്കിൽ വേറെ ചട്ടി തൂക്കിയിടുകയൊക്കെ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ തൂക്കിയിടാം. നട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ്, നടുന്ന കാര്യം എളുപ്പമാണ്. ഈ ചകിരിച്ചോറ് മാത്രം മതി. ജൈവ NPK ജൈവ ചരിപ്പൊടി നട്ട് കഴിഞ്ഞു. കൂടി നേരം 200 ഗ്രാമേ കാണത്തുള്ളൂ. കൂടി 200 ഗ്രാം കാണും. മൊത്തം അതിന്റെ വെയിറ്റ്. സാധാരണ മണ്ണിടുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോ 3/4 കിലോളം വെയിറ്റ് വരും ഇനി മണ്ണിടുവാണെങ്കിൽ നമുക്ക്. അപ്പോൾ ഇത്ര നട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വാട്ടറിങ് ഒഴിക്കാൻ തൊള്ളിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചകിരിച്ചോറ് അതുകൊണ്ട് വെള്ളം ഒഴിക്കാതിരിക്കരുത്. രാവിലെ വൈകിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. നമ്മൾ എപ്പോഴാണ് ഇതിനകത്ത് ഈ ചകിരിച്ചോറ് ഉണങ്ങുന്നു എന്ന് കാണുമ്പോൾ മേളിലാണെങ്കിൽ ഡ്രൈ ആയി കാണാൻ നമുക്ക് അന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നട്ട തൈയാണ് ഇപ്പോൾ നട്ട തൈയാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഡബിൾ പെറ്റൽസിന്റെ നമ്മുടെ പെറ്റോണിയുടെ തൈ നട്ട് എത്രയും ഹെൽത്തിയാണ്. നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്ലാനാണ്. വേണം ഈ പ്ലാന്റിനെ വേണം തിരിച്ച് നമ്മൾ കമത്തി വേണമെങ്കിൽ ഈ പ്ലാന്റിനെ നമുക്ക് ഊരിയെടുക്കാം. വേറെ ചട്ടിയോടെ മാറ്റാം. ഒന്നും വിഷയമൊന്നുമില്ല. കാരണം നമുക്ക് ഇളകി ഇങ്ങി വരും. കാരണം ഇങ്ങനെ കമത്തിയാൽ മാത്രമേ ഇളകി ഇങ്ങി വരും. അത് നട്ടാണ് ഇപ്പോൾ ഈ നട്ടിരിക്കുന്ന ഈ ബിങ്ക നട്ടിരിക്കുന്നത്. ഇതെല്ലാം ഹെൽത്തിയാണ്. നമുക്ക് നിറച്ച് പൂക്കളായി തുടങ്ങി. ഇത് ചകിരിച്ചോറിനായിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മണ്ണ് കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ഒറ്റ മാർഗ്ഗം ഇതുകൊണ്ട് ചകിരിച്ചോറിനകത്ത് ചെടി നടാം. മണ്ണില്ലെന്നുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.